ഇന്ന് ഞാനേ ഇങ്ങനെ അവിടുന്ന് ഈ മാനഞ്ചിറ സ്ക്വയറിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിരുന്ന സമയത്ത് എന്നോട് ഒരു കുട്ടി ചോദിച്ചു 2 രൂപ തരുമെന്ന് ചോദിച്ചു. പെട്ടെന്ന് നമ്മുടെ കയ്യിലിപ്പം പണ്ട് ഗൂഗിൾ പേയിൽ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കൂടി എൻ്റെ കയ്യിൽ പണം ഉണ്ടാവില്ലല്ലോ, ചില്ലറ ഉണ്ടാവില്ലല്ലോ എന്ന് ഞാൻ ചില്ലറ ഇല്ലയെന്ന് പറഞ്ഞും പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാൻ ഹോട്ടലിൽ കൊടുത്ത പണത്തിൻ്റെ ഒരു ബാക്കി അവിടെ ഉണ്ടല്ലോ, വെറും 2 രൂപ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് കൊടുത്തു, ഈ 2 രൂപ ആ കുട്ടിക്ക് വേണ്ടിയായിരിക്കുന്നു. ഭയങ്കര ഒരു വിഷമം തോന്നി. ഒറ്റയടിക്ക് ഞാൻ ഇല്ലയെന്നും പറഞ്ഞു. പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ നമ്മോട് പൈസ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കാനോ മറ്റെന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു പാവ കുട്ടി ചിലപ്പോൾ ഒരു ബസ്സിന് യാത്ര ചെയ്യാൻ പണമില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ വേഗം തിരിച്ചു പോയി ആ കുട്ടിയെ അന്വേഷിച്ച് ആ ബസ് സ്റ്റാൻഡിൻ്റെ ആ പരിസരത്തൂടെ കുറേ നടന്നു. കയ്യിൽ ആ ചില്ലറ പണം, ഇനി അത് ചില്ലറ അല്ലെങ്കിലും എൻ്റെ കയ്യിലുള്ള പണം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടുത്തേക്ക് പോയി. പക്ഷെ അപ്പോഴേക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതുപോലെ യൂണിഫോം പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പലപ്പോഴും നമ്മളൊക്കെ ഈ വെറും 2 രൂപക്കും 3 രൂപക്കൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് പിശുക്കുമ്പോൾ നമ്മളെടുത്തുനിന്ന് ലക്ഷങ്ങൾ വളരെ ഈസിയായി തട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ലക്ഷങ്ങളാണ് നമ്മൾ തട്ടിക്കൊണ്ടുപോകും. എനിക്കൊക്കെ എത്രയോ പണങ്ങൾ പലരും തരാനുണ്ട്. നമ്മളൊരു 2 രൂപയ്ക്ക് ഇത്രയേറെ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷങ്ങൾ ചാമ്പിക്കൊണ്ടുവന്ന മനുഷ്യന്മാർ നമ്മളെടുത്ത് നിന്ന് തട്ടി മാറ്റുന്നത് എത്ര രൂപയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പണത്തിൻ്റെ മൂല്യം നമ്മളെപ്പോഴും തിരിച്ചറിയണം. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്ക് കൊടുക്കുകയാണെങ്കിലും നമ്മളതിൻ്റെ മൂല്യം തിരിച്ചറിയണം. ആവശ്യമുള്ളിടത്ത് പോലും നമ്മൾ പണം കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്നിടത്താണ് പലരും പല മോഹന വാഗ്ദാനങ്ങളും നമുക്ക് കൂടുതൽ ലാഭങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത് നിന്ന് പണം അടിച്ചു മാറ്റുന്നു. അതുപോലുള്ള ട്രാപ്പുകൾ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം.